നോമ്പ് കാലത്ത് ഭക്ഷണം എങ്ങനെ ആരോഗ്യകരമായി ക്രമീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മീല് കഴിക്കുന്നത് 45 ഏർലി മോർണിംഗ് ആ ഒരു സമയത്തായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആവുന്ന രീതിയിൽ കാർബ്സ്, പ്രോട്ടീൻ, ഫൈബർ വരുന്ന രീതിയിൽ ബാലൻസ്ഡ് ആക്കിയിട്ട് ഒരു മീൽ എടുക്കാം. ആ മീൽ ഫസ്റ്റ് ആയിട്ടും എടുക്കുന്നതാണ് നല്ലത്. കാരണം ആ എൻറ്റയർ ഡേ നമുക്ക് എനർജി കിട്ടുന്ന ആ ഒരു മീൽ നയിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു 6:30-7 മണി ആ ഒരു സമയത്തായിരിക്കും അടുത്തൊരു മീല് കഴിക്കുക. അപ്പോൾ പ്ലെയിൻ വാട്ടറിൽ സ്റ്റാർട്ട് ചെയ്യുക ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ. ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. ഇഷ്ടംപോലെ ഫൈബർ അതിൽ വരുന്നത് കൊണ്ട് കട്ട് ഫ്രൂട്ട്സ് ആണ് നല്ലത് ജ്യൂസിനെക്കാട്ടിലും. പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ആയിരിക്കും ബോഡിയിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഫ്രൂട്ട്സ് എടുക്കുന്നത് തന്നെയാണ്. ഫ്രൂട്ട്സ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ ലോസ് ആവുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മളൊരു മീൽ എടുക്കുന്നത് ഒരു 8 to 9 hours സമയത്തായിരിക്കും. അതൊരു മെയിൻ മീലായിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഇതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാർബ്സ്, പ്രോട്ടീൻ, ഫൈബർ വരുന്ന രീതിയിൽ എടുക്കാം. പിന്നെ ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2 hours ഗ്യാപ്പ് ഇട്ടിട്ട് വർക്കൗട്ടും ചെയ്യാം. ഇങ്ങനെ ആയിരിക്കണം ഒരു ഡേ നമ്മൾ ക്രമീകരിക്കട്ടെ.